ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു നിയോ ഹോം ട്യൂഷൻ. എന്തൊക്കെയാണ് എന്റെ കുഞ്ഞുമക്കളെ വിശേഷങ്ങള്? സുഖായിരിക്കുന്നോ? എല്ലാവരും എന്തൊക്കെയാ ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലാസ് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി എന്ത് ചെയ്യണം? നിയോ ഹോം ട്യൂഷൻ എന്നുള്ള പേജ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എന്താണ് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്താണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്ന് മിസ് ഒരു GK ക്വസ്റ്റിനോട് കൂടി തുടങ്ങിയിട്ടേ, നമ്മൾ എന്താ പൊളിറ്റിക്സ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു കോമൺ ആയിട്ടുള്ള കുഞ്ഞു GK ക്വസ്റ്റൻ ആണ്. 10ാം ക്ലാസ്സിലായ എന്റെ CBSE മക്കൾക്കൊക്കെ ഈ ക്വസ്റ്റൻ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ചോദിക്കട്ടെ മാം മിസ്സേ, ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? എന്ന മക്കൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞില്ലേ? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു യൂണിറ്റ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻസ്. അതായത് ഇലക്ഷനിൽ കോണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു. അതിന്റെ കോമ്പോണൻസ് പറഞ്ഞു. മിസ് എന്താണ് അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഒന്നിങ്ങനെ റിവൈസ് ചെയ്ത് പോകുകയാണ്. അപ്പോഴല്ലേ നമുക്ക് എന്റെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ. അങ്ങനെ ഇതുകൊണ്ട് മാത്രമാണ് സ്പീഡായിട്ട് പോകണം. അപ്പൊ ഇത് കാണാത്തത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ക്ലാസ് പാർട്ട് 1 കാണാത്ത പിള്ളേർ എന്ത് ചെയ്യണം? മക്കൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ആ പാർട്ട് 1 എന്നുള്ളത് കമന്റ് ചെയ്ത് വെക്കാം. അപ്പം അതേത് കാണണം. ഓക്കെ, അപ്പം അതിന്റെ കോമ്പോണൻസ് നമ്മൾ പറഞ്ഞു, പിന്നെ അതിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ അതിന്റെ നെസസിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യകത. എത്ര പാർട്ടീസ് ഉണ്ട് നമുക്ക്? 1 പാർട്ടി, 2 പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റം അല്ലെ? ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? നാഷണൽ പാർട്ടിയും സ്റ്റേറ്റ് പാർട്ടിയും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സിസ്റ്റ്. എന്താണ്? സ്റ്റേറ്റ് പാർട്ടിയും അതുപോലെ എന്താണ് നാഷണൽ പാർട്ടിയും കൂടെ കൂടി നിൽക്കുന്നതാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ എന്താ പറയുക? നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് ഈ പാർട്ടിയൊക്കെ നിയന്ത്രിക്കുന്ന ആള്? ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ and it secures at least 6% of the total votes in ലോക്സഭ ഇലക്ഷൻ 4 or more states. 4 അല്ലെങ്കിൽ അതിലധികം കൂടുതൽ സ്റ്റേറ്റ്സിന്റെയും എന്താണ് 6% ടോട്ടൽ വോട്ട്സ് എവിടെ കിട്ടണം? ലോക്സഭയിൽ കിട്ടണം. അത്രയുമുള്ള പാർട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ പാർട്ടീസ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെന്താണ്? ഇനി നമുക്ക് സ്റ്റേറ്റ് പാർട്ടി നോക്കണ്ടേ? With at least 2% of the total Lok Sabha seats in a Lok Sabha general election, and these seats have to be won from at least 4 states. Okay. പിന്നെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്, മേജർ നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണ്? എന്റെ മക്കൾ ഇതിന്റെ എല്ലാം ഫുൾ ഫോം പഠിക്കണം. AITUs എന്ന് വെച്ചുമ്പോൾ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. അത് എന്ന് ഫോം ചെയ്തു? അതിന്റെ ഫസ്റ്റ് ഫൗണ്ടർ ആരാ? അവരുടെ മെയിൻ എയിം എന്താ? ഒന്ന് പഠിച്ചുകൊണ്ട് വെക്കണം. ഓക്കെ, ഫോം ചെയ്തത് എന്താണ്? 1998 ആരുടെ അണ്ടറിലാണ്? മമതാ ബാനർജിയുടെ ലീഡർഷിപ്പിലായിരുന്നു. AITC is a national party committed to secularism and എന്താണ് ഫെഡറലിസം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ ആണ് BSP, ബഹുജൻ സമാജ് പാർട്ടി. അതിന്റെയൊക്കെ ചിഹ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് എന്റെ മക്കൾ നോക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കണം. എന്നാണ് ബഹുജൻ സമാജ് പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1984. കാൻഷിറാം ആണ് അതിന്റെ ആരാണ് നേതാവ്? പിന്നെ അവരുടെ എയിം എന്താണ്? എംപവർ ടു ബഹുജൻ സമാജ് ഇൻക്ലൂഡിങ് ദളിത് ആൻഡ് മൈനോറിറ്റി. പിന്നെ മൂന്നാമത്തെ പാർട്ടിയാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി. എന്നാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1980 ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ്? ടു ബിൽഡ് എ മോഡേൺ ഇന്ത്യ rooted in ancient values. എന്തിന്റെ വാല്യൂസിൽ? ancient values. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? It led to the NDA victory in 2019, becoming largest party in the Lok Sabha 303 seats. ഇപ്പോഴും ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? BJP തന്നെയാണ് അല്ലേ? നാലാമത്തെ പാർട്ടിയാണ് CPI. എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. എന്താണ് അത്? വർഷം ഏതാണ്? 1925. ലെനിനിസം, സെക്യുലറിസം ആൻഡ് മാർക്സിസം. അവരുടെ മെയിൻ ആയിട്ട് എന്താണ്? ഡെമോക്രസിയാണ് അവർക്ക് എന്ത്? അവരുടെ മെയിൻ എയിം. പിന്നെ അഞ്ചാമത്തെ പാർട്ടിയാണ് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPIM പിന്നെ അതുപോലെ
ഇവിടുത്തെ ചിഹ്നവും അവിടുത്തെ ചിഹ്നവും വ്യത്യാസമുണ്ട്. അപ്പൊ അത് രണ്ടും മക്കൾക്ക് വേർതിരിച്ച് നോക്കണം കേട്ടാ. CPIM ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് 1964 അതും എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഡെമോക്രസി. ഓക്കെ. പിന്നെ ആറാമത്തെ പാർട്ടിയാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1885 ആണ്. ഓക്കെ. അപ്പൊ പ്ലേഡ് എ ഡോമിനന്റ് റോൾ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയിൽ മുതലേ ആരുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. എന്നാണ് ഫോം ചെയ്തത് 1999. ഓക്കെ. അപ്പൊ നമ്മൾ 7 നാഷണൽ പാർട്ടീസ് പറഞ്ഞു. AITC, BSP, BJP, INC, NSP. പിന്നെന്തൊക്കെയാ പറഞ്ഞ? എന്റെ മക്കൾ കമന്റ് ചെയ്യോ. ഇപ്പൊ ഏറ്റവും പഴയ പാർട്ടി അല്ലെങ്കിൽ ആദ്യം ഫോം ചെയ്ത പാർട്ടി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് എല്ലാം എന്ന് ഫോം ചെയ്തു? അതിന്റെ ചിഹ്നം അടക്കം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് ഫോം ചെയ്തു? NSP എന്ന് ഫോം ചെയ്തു 1999 ഫോം ചെയ്തു. INC 1885 ഫോം ചെയ്തു. CPIM 1964 ഫോം ചെയ്തു. CPI 1925 ഫോം ചെയ്തു. BJP 1980, BSP 1984 and AITC എന്നാണ് 1998. ഓക്കെ. പിന്നെ മക്കൾ മറന്നോ? എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത വർഷം ഏതാണ്? ഒന്ന് എന്റെ മക്കൾ അറിയുന്നവർ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. 1885 അല്ലേ? വെരി ഗുഡ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റുള്ള പാർട്ടി ഏതാന്ന് പറഞ്ഞേ? NSP നമ്മൾ പറഞ്ഞു. അപ്പൊ മിസ് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എന്നാ തുടങ്ങിയത്. ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ? ആരായിരുന്നു? യെസ്, കുറെ മക്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഇന്ദിരാഗാന്ധിയാണ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്. പിന്നെന്താ പറയുന്നത്? സ്റ്റേറ്റ് പാർട്ടി. സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മേജർ പാർട്ടികളാണ് നാഷണൽ പാർട്ടി. അതിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ പറയാൻ പറ്റും. മേജർ പാർട്ടീസ് ഇൻ ഇന്ത്യ apart from national ones are classified state parties by election commission. അപ്പൊ ഓരോ സ്റ്റേറ്റ് പാർട്ടിക്കും ഓരോ സ്റ്റേറ്റിനും ഓരോ പാർട്ടീസ് ഉണ്ട് അല്ലെ? നമുക്ക് എന്താണ്? പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ പറയുന്നത് എക്സാമ്പിൾ എന്താണ്? സമാജ്വാദ് പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ എന്നൊക്കെ ഉള്ളത് എന്താണ്? നാഷണൽ പ്രസൻസ് ഉള്ള പാർട്ടികളാണെന്നാണ് പറയുന്നത്. ഇനി അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി എന്താന്ന് പറഞ്ഞു, അതിന്റെ കോമ്പോണൻസ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞു, പൊളിറ്റിക്കൽ പാർട്ടിയുടെ നെസസിറ്റി എന്താന്ന് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് 1 പാർട്ടി 2 പാർട്ടി മൾട്ടി പാർട്ടി സിസ്റ്റം നമ്മൾ എന്താന്ന് പറഞ്ഞു അല്ലെ? ഇതിനെല്ലാം എക്സാമ്പിളും നമ്മൾ പറഞ്ഞു. അതുപോലെ നാഷണൽ പാർട്ടി പറഞ്ഞു, സ്റ്റേറ്റ് പാർട്ടി ഉണ്ട്. 7 നാഷണൽ പാർട്ടീസ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് പാർട്ടി എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ എല്ലാം ചാലഞ്ചസ് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഈ വെല്ലുവിളികൾ എന്താണ്? അതെന്താണ് ഫസ്റ്റ് പറയുന്നത്? ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി. എന്താണ്? ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി. സെക്കൻഡ് വൺ എന്താണ്? ഡൈനാസ്റ്റിക് സക്സഷൻ. മൂന്നാമത്തെ എന്താണ്? മണി ആൻഡ് മസിൽ പവർ. നാലാമത്തെ എന്താണ്? ലാക്ക് ഓഫ് മീനിങ്ഫുൾ ചോയ്സ് ദ വോട്ടേഴ്സ്. ഈ മണി ആൻഡ് മസിൽ പവർ എന്നുള്ള പോയിന്റ് നമുക്ക് എല്ലാം അറിയാം അല്ലെ? എപ്പോഴും പണക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലെ? നമുക്ക് സിനിമയൊക്കെ ഇല്ലേ പരുന്ത്? എപ്പോഴും പണത്തിന്റെ മേലെയാണ് എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? താഴെത്തട്ടിലുള്ള ആൾക്കാരെ എന്താണ്? ഇലക്ഷൻ ആകുമ്പോൾ മാത്രം മതി, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊന്നും വെറുതെ ഒന്നും നോക്കുകയും കൂടെ ഇല്ല. ഹൗ ക്യാൻ ബി പാർട്ടീസ് റിഫോം? ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ആന്റി ഡിഫക്ഷൻ ലോ എന്താണ്? അഫിഡവിറ്റ് എന്താണ്? അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ടേക്കൺ ആക്ഷൻ എന്താണ്? ഇതൊക്കെ ചോദിക്കാറുണ്ട്. ആന്റി ഡിഫക്ഷൻ ലോ എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് മിസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മക്കൾ എന്താണ്? അങ്ങനെ തന്നെ പഠിക്കണം. എന്താണ്? MLA or MPs cannot change their parties after the election done because many elected representatives were including in defection in order to become ministers for cash rewards. Okay. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതി ഡയറക്റ്റ് പാസ് ചെയ്യുന്നതാണ് on an order to reduce the influence of money and criminals. Okay. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? Besides these, many suggestions are made to reform political parties by not be accepted the political parties. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യൻ അഫയേഴ്സും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കാര്യങ്ങളൊക്കെയാണ് എന്ത് അതിനകത്ത് പറയുന്നത്. പിന്നെന്താണ്? 2 other ways to political parties can be reformed. 2 types പറയുന്നുണ്ട്, 2 ways പറയുന്നുണ്ട്. ഫസ്റ്റ് വേ എന്താണ് പറയുന്നത്? People can put pressure on political parties. This can done through petitions, publicity and agitation.
രണ്ടാമത്തെ എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് can improve if people who want to change can join political parties. It is difficult to reform politics of ordinary citizens do not take part in and simplify criticize it from the outside. അപ്പൊ എന്റെ മക്കളെല്ലാം പഠിച്ചല്ലോ അല്ലെ? നമ്മൾ ഇന്ന് കുറേ അതെല്ലാം ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് മുതൽ പാർട്ട് 1 സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ പൊളിറ്റിക്സിലെ സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്സിലെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ചാപ്റ്റർ എന്താണ് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുന്നു അല്ലെ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. പിന്നെ എന്താണ് മക്കളുടെ കൂട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി എന്താണ് നിയോ ഹോം ട്യൂഷൻ എന്നുള്ള ക്ലാസ്സുകൾ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നാളെ വരെയും കാണുന്നവരെ ബൈ.